ഞാനങ്ങനെ വലിയ സംഭവം ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തായി മാറ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല. പാടി ഇങ്ങനെ എന്തെല്ലോ ഇങ്ങനെ പോവും, മ്യൂസിക് കേൾക്കും. ഞാൻ +2 ഒരു എൻഡിങ്ങിലാകുന്ന സമയത്ത് എൻ്റെ ഒരു ഇക്കാക്ക വന്ന് സലാത്തെല്ലാം പറഞ്ഞു. സലാത്ത് ഞാൻ പതിവാക്കാൻ തുടങ്ങി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടാ. ഞാനൊക്കെ മാറി മറിഞ്ഞ്. ആ സമയത്ത് എനിക്ക് ഒരു ചിന്തയുണ്ടായിനി, ഇങ്ങനെ ഹറാമില്ലാണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് ആവില്ല എന്ന് ഞാൻ അക്കക്കാട് അങ്ങോട്ട് പറഞ്ഞു. നീ സ്വലാത്ത് കൃത്യമായിട്ട് ചെല്ലിയാൽ മതി. മാർവലസ്, എൻ്റെ മാറി മോനെ, ഫുൾ മാറി ഞാൻ. അൽഹംദുലില്ലാ. മാറിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2019 എൻ്റെ ഇപ്പോൾ 2020 ഈ മാസത്തിൽ എൻ്റെ ഫോട്ടോയും എൻ്റെ ആ ഒരു സ്വഭാവം, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി, എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഞാൻ തന്നെ ഒന്ന് വിലയിരുത്തിയാണെങ്കിൽ പിന്നോട്ട് നോക്കുമ്പോൾ എനിക്കെന്തോ നാണാവുന്നത്. ഞാൻ മൂക്ക് പൊത്തു, അത്രയ്ക്ക് നാണക്കട, അത്രയ്ക്ക് ഞാൻ നല്ലോണം മാറിയിടാ. സലാത്ത് കൃത്യമായിട്ട് 500. ആദ്യമൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചെല്ലാൻ കഴിയില്ല, എന്താ വെച്ചാൽ കൗണ്ടർ കാണാണ്ടാവലും. പക്ഷെ എൻ്റെ ഇക്കാക്കാനെ നിരന്തരം എന്നെ പിന്തുടർന്ന്. ഇക്കാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സംഘടനയിൽ പരിചയപ്പെട്ട് ഇക്കാക്കാട്ടോ. ഒരു വർഷം ഇതിൽ ഹയർ സെക്കൻഡറി കോൺഫറൻസിന് മുമ്പ് നമ്മൾ ഫസ്റ്റായിട്ട് മീറ്റ് ആക്കിയത്, നമ്മൾ സംസാരിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, 3 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ഇപ്പം നമ്മൾ ഭയങ്കര ക്ലോസ് ആയി. അള്ളാൻ്റെ മാർഗത്തിൽ എന്താക്കുന്നേ, റബ്ബിന് വേണ്ടി ഇതിലെ നല്ല സുഹൃത്തെ സ്വലാത്ത് മാത്രം അങ്ങനെ പറഞ്ഞ് സ്വലാത്ത് കൃത്യം ഇത് ദായമാക്കിയതിന് ശേഷമാണ് ഞാനാകെ മാറി മറിഞ്ഞത്. നീയും സ്വലാത്ത് ചൊല്ലിക്കോ, ഉറപ്പാണ് മുത്തനബിയുടെ തർബിയത്ത് ഉണ്ടാവും. ഞാൻ അറിഞ്ഞ 500 സ്വലാത്ത് ചെല്ലിയാൽ മതി. 500 സ്വലാത്ത് കൃത്യമാക്കാം, കൗണ്ടർ പോകും. ഉറപ്പാണ് നിനക്ക് ചൊല്ലാൻ കഴിയില്ല, പതിവാക്കാൻ നിനക്കൊണ്ടാവില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനൊക്കെ കഷ്ടപ്പെട്ടിട്ട് പതിവാക്കിയത് കൊണ്ട് അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. തെറ്റെന്നാൽ നമുക്കിങ്ങനെ തിരിച്ചറിവുണ്ടാവും. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഉൾക്കണ്ണുണ്ടാവും നമുക്ക്, അത് ഹറാമാണ് റബ്ബേ, സാലിത് ചെയ്യണം സാലി. ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കും, സ്വലാത്തില്ലേ എൻ്റെ പവറാ. സ്വലാത്ത് ഇല്ലിക്കോ മോനെ, എല്ലാവരും നിങ്ങൾക്ക് എന്താ വേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. സൗന്ദര്യം വേണം, നിങ്ങൾക്ക് എന്താ വേണം, എനിക്ക് ബുദ്ധി വേണം, ഓർമ്മശക്തി വേണം, പഠിപ്പ് വേണം, എനിക്ക് സാമ്പത്തികമായിട്ട് വേണം, എനിക്ക് ദാരിദ്ര്യം വേണ്ടേ, തെറ്റില്ലാത്ത ജീവിതം വേണം, പിന്നെ എനിക്ക് തിരക്കുള്ള ജീവിതമാക്കണം, സംഘടനയിൽ നല്ലോണം പ്രവർത്തിക്കണം, ഒത്തിരി പിന്നെ സ്വപ്നത്തിൽ കാണണം, സ്വർഗത്തിൽ പോകണം. എല്ലാവരും ടോപ്പ് സ്വലാത്ത.